കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഏക സീറ്റ് തൃശ്ശൂരിൽ നിന്നാണ്. സംബന്ധിച്ചിടത്തോളം ഭരണത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ തൃശ്ശൂർ പിടിച്ചേ കഴിയുള്ളൂ. അതെ, നമുക്ക് ആ സ്ഥാനാർത്ഥികളെ നോക്കാം. 3 സ്ഥാനാർത്ഥികൾ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് LDFന്റെ സ്ഥാനാർത്ഥി. UDFന്റെ സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ. NDAയുടെ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിവാദങ്ങളും ഉണ്ടായി കഴിഞ്ഞു. വോട്ടിന് കിറ്റ് തുടങ്ങിയ വിവാദങ്ങളും ഉണ്ടായി കഴിഞ്ഞു. അതെ, അപ്പോൾ ആർക്കാണ് ജയസാധ്യത എന്ന് നമുക്ക് നോക്കാം. തൃശ്ശൂരിൽ ഇപ്പോൾ ഏറ്റവും വിവാദങ്ങൾ കൂടി വന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ജയസാധ്യത പരിശോധിക്കുമ്പോൾ അതാ UDFനാണ്. അപ്പോൾ രാജൻ ജെ പല്ലന് സാധ്യത എന്ന് ഉദ്വേഗജനകമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാളയത്തിലെങ്കിൽ ഇത്തവണ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഈ വോട്ടുകൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, പേഴ്സണൽ വോട്ടുകൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും എന്നതാണ് പ്രധാനം. നോക്കൂ, കഴിഞ്ഞ തവണത്തെ 946 വോട്ട് ഈടെ അത്രയേ ഉള്ളൂ, ചെറിയ വ്യത്യാസമാണ്. സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഇമ്പാക്ട് ഒന്നും അസംബ്ലിയിലേക്ക് വരുമ്പോഴില്ല. നമുക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കുന്ന സമയത്ത് പറഞ്ഞത് ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്രാവശ്യം ആർക്കെതിരെ പോൾ ചെയ്യപ്പെടുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സുരേഷ് ഗോപി ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് കിട്ടിയ വോട്ട് എന്നാണല്ലോ. അതെ. മാത്രമല്ല രാഷ്ട്രീയ വോട്ടല്ല എന്നുള്ളതാണ് CPM-ഉം കോൺഗ്രസും എല്ലാം ഉന്നയിക്കുന്നത്. ശരിയാണ്. ആ ട്രെൻഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ മാറിയിരുന്നു കേട്ടോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഏതാണ്ട് 8638 വോട്ടിന്റെ ലീഡുണ്ട്, നല്ല ലീഡുണ്ട് എന്നുള്ളതാണ്. മുരളി മന്ദിരം ഇരിക്കുന്ന ഇടത്തു കൂടിയാണ് പത്മജ വേണുഗോപാൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് താമരയുടെ അകമ്പടിയോട് കൂടി ഇറങ്ങുന്നത്. അവിടെയാണെങ്കിൽ കരുണാകരന്റെ മക്കൾ ആരും ഇതുവരെ ജയിച്ചിട്ട് മാത്രമല്ല പറഞ്ഞ കാര്യം കരുണാകരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ BJPയിലേക്ക് വരുമായിരുന്നു എന്ന് കൂടി മക്കൾ പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് കിടക്കാം. ഇപ്പോൾ നോക്കൂ, UDFന്റെ കിറ്റിലേക്ക് ഒരു മണ്ഡലം വന്നിരിക്കുന്നു. അപ്പോ അടുത്തത് ചേലക്കരയാണ്. ചേലക്കര LDFിലെ സ്ഥാനാർത്ഥി UR പ്രദീപാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന MLA തന്നെ UR പ്രദീപ് തന്നെയാണ് ഉള്ളത്. UDFിൽ നിന്ന് ശിവൻ വീട്ടിക്കുന്നാണ്. NDAയിൽ നിന്നും K ബാലകൃഷ്ണനും. ഒരു ഈസി വോക്ക് ഓവർ എന്ന എല്ലാ കാലത്തെയും ചരിത്രത്തിന്റെ അകമ്പടിയോടുകൂടി ഉപതെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ മണ്ഡലങ്ങളും വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ട് LDF നിലനിർത്തിയ മണ്ഡലമാണ്. നിലനിർത്തുമ്പോഴും പക്ഷേ രാധാകൃഷ്ണൻ താഴേക്ക് വന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. 12,000 മാത്രമാണ് ഭൂരിപക്ഷമായി വന്നത്. 10-30,000 വോട്ടിലധികം ഉണ്ടായിരുന്നു. 12,201 അത്. വോട്ട് ഷെയർ നോക്കൂ, 41.44% LDFന്. UDFന് 33.64. അവിടെ 21 ദശാംശത്തിലധികം NDAക്ക് വോട്ട് ഷെയർ ഉണ്ട് കേട്ടോ. വമ്പിച്ച ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പിലും ചേലക്കര മുന്നിൽ. ഇടതുപക്ഷത്തിന് അനുകൂലമായ അപ്പൊ നമുക്ക് ജയസാധ്യത ആർക്കാൻ നോക്കാം. അസ്വാഭാവികമായ ഒന്നും നടക്കുന്നില്ല. ഇടതുപക്ഷത്തിനൊപ്പം UR പ്രദീപ് തുടരും. അതെ, കരിങ്കല്ല് പോലെ ഉറച്ചു നിൽക്കും. അടുത്തത് നമ്മൾ കുന്നംകുളത്തേക്കാണ് പോകുന്നത്. കുന്നംകുളത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും കുന്നംകുളം നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യമാണ്. AC മൊയ്തീൻ തവണ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. AC മൊയ്തീനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, കേസുകളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതായിരിക്കും അപ്പുറത്ത് AC മൊയ്തീന് വിജയം നേടാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ടേം വ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് സീറ്റ് കിട്ടുന്നത്. അതെ, അപ്പോൾ LDFിൽ നിന്ന് AC മൊയ്തീനും UDFിൽ നിന്ന് PT അജയ് മോഹനും NDAയിൽ നിന്ന് KR രജിനുമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. 2021 കാഴ്ച നോക്കുമ്പോൾ 26,631 വോട്ടിന്റെ ലീഡാണ് AC മൊയ്തീൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അവിടെ UDFന് അതും ഒരു LDF മണ്ഡലമാണ് കേട്ടോ. അത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വ്യത്യാസമാണ്? ഏകദേശം 17% വോട്ടിന്റെ വ്യത്യാസമാണ്. ഈ പൊന്നാനിയിൽ നിന്ന് വന്ന ആളാണ് PT അജയ് മോഹൻ. 2016 അപേക്ഷിച്ച് 2021 എത്തുമ്പോൾ 6.86 വോട്ടിന്റെ വർധനവ് ഇടതുപക്ഷ മണ്ഡലത്തിലുണ്ടായി. പക്ഷേ കരുവന്നൂർ കേസ് അവിടെ നിൽക്കുന്നു കേട്ടോ. പക്ഷേ കരുവന്നൂർ കേസ് നിൽക്കുമ്പോൾ തന്നെയാണ് ലോക്സഭയും തദ്ദേശവും ഒക്കെ ഉണ്ടായത്. കരുവന്നൂരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലാണ് ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളത്. മാത്രമല്ല സുരേഷ് ഗോപിയുടെ ജാഥയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതെ, ട്രെൻഡ് എന്താണെന്ന് നോക്കിയാലോ? ട്രെൻഡ് നോക്കാം. AC മൊയ്തീനൊപ്പമാണ്. AC മൊയ്തീൻ തന്നെ 3 മണ്ഡലം പരിശോധിച്ചപ്പോൾ 2 മണ്ഡലം നിലവിൽ LDFിനും 1 മണ്ഡലം കോൺഗ്രസിനും UDFിനും എന്നുള്ളതാണ് നിലവിലത്തെ ടാലി. അതെ, നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് വേഗം കടക്കാം. അടുത്ത മണലൂരാണ്. മണലൂരും ഇതാ വിവാദങ്ങൾ കൊണ്ട് കിറ്റ് വിവാദം എന്ന് പറയുമ്പോൾ BJP കിറ്റ് നൽകി വോട്ട് മേടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്ന് പോലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായിരുന്നു.